ലോകം ചൊവ്വാഴ്ചയിലെ അമേരിക്ക ഇറാൻ ചർച്ചയിലേക്ക് എത്തി നോക്കുമ്പോൾ ചൊവ്വാഴ്ചയ്ക്ക് ശേഷവും ഇറാനെ അമേരിക്ക തൊടില്ല എന്ന ഉറപ്പിലാണ് ഇറാനും ആയത്തുള്ള ഖുമൈനിയും. സമ്മർദ്ദവും പ്രതിരോധവും തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. പശ്ചിമേഷ്യയ്ക്ക് ചുറ്റും യുദ്ധത്തിന്റെ കാർമികം കൃത്രിമമായി സൃഷ്ടിക്കുകയാണ് അമേരിക്ക. ഇത് ഇസ്രായേലിനെ സന്തോഷിപ്പിക്കാനും ലോകത്തിന് മുമ്പിൽ അമേരിക്ക എന്ന ഭീകരസത്വത്തെ പ്രതിഷ്ഠിക്കാനുമാണ്. അമേരിക്ക സമാധാനം ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഈ രണ്ടാം ഘട്ട ചർച്ച നടക്കാനിരിക്കെ ഇറാനിലെ ഭരണമാറ്റത്തിന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് ഒരിക്കലും പ്രഖ്യാപിക്കില്ലായിരുന്നു. ഇറാനെ പ്രക്ഷുബ്ധമാക്കി നിർത്തണം, എന്നാൽ അമേരിക്ക ഒരിക്കലും ഒരു യുദ്ധത്തിന് തുടക്കം കുറിക്കുകയുമില്ല. അമേരിക്ക യുദ്ധത്തിന് തുടക്കം കുറിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സഖ്യകക്ഷികൾ അത് പിണക്കുമെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. എന്നാൽ ഇറാനെ ആക്രമിക്കുകയും ഒതുക്കുകയും വേണം താനും. അതിന് പിന്നെയുള്ള ഏകമാർഗം ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ആക്രമിപ്പിക്കുകയും ഇസ്രായേലിന് വേണ്ട സുരക്ഷ ഒരുക്കുകയും ചെയ്യുക എന്നതാണ്. അതിനുവേണ്ടിയാണ് പശ്ചിമേഷ്യയിൽ മുമ്പെങ്കിലും കാണാത്ത പടയൊരുക്കം അമേരിക്ക നടത്തുന്നത്, പ്രതിരോധ മതിൽക്കെട്ടുകൾ ഒരുക്കുന്നത്. എന്നാൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഏറെക്കാലം നോക്കി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഇസ്രായേൽ വരുത്തി തീർക്കുകയും അമേരിക്കയെ യുദ്ധത്തിലേക്ക് എടുത്തു ചാടിക്കുകയും ചെയ്യും. ഇസ്രായേൽ അവസാനം എല്ലാ ക്ഷമയുടെയും സീമകൾ എരിഞ്ഞൊടുങ്ങുമ്പോൾ ഇറാൻ ആ ക്രൂരകൃത്യം ചെയ്യുക തന്നെ ചെയ്യും. അത് ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്ന പ്രവൃത്തിയായിരിക്കും. ഇറാൻ ഒരിക്കലും അവരുടെ ഡ്രോൺ, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെ കുറിച്ച് അമേരിക്കയുമായി സംസാരിക്കാൻ തയ്യാറാകില്ല. എന്നാൽ ആണവോർജത്തെക്കുറിച്ചും യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണത്തെക്കുറിച്ചും സംസാരിക്കും. കാരണം തൽക്കാലത്തേക്ക് ഇറാൻ ഇനിയും കൂടുതൽ സമ്പുഷ്ട യുറേനിയത്തിന്റെ ആവശ്യമില്ല. അവർക്ക് വേണ്ടത് സ്വന്തമാക്കുകയും ആയുധമാക്കുകയും ചെയ്തിരിക്കുന്നു. ആ ഭയം അമേരിക്കയ്ക്ക് ശരിക്കുമുണ്ട്. അമേരിക്ക അത് ഇസ്രായേലിനെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് മുഖവിലക്കെടുത്തിട്ടില്ല ഇസ്രായേൽ എന്നതാണ് സത്യം. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും, അതാണല്ലോ സത്യം. കാത്തിരിക്കാം നമുക്ക്.